പോളിംഗ് ശതമാനത്തിന് വലിയ വർധനമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു SIR ശേഷം പ്യൂരിഫൈഡ് ചെയ്തൊരു വോട്ടർ പട്ടികയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു 6% ഒക്കെ വ്യത്യാസം വരാനിടയുണ്ടെന്നാണ് നമ്മളെല്ലാം കണക്കാക്കിയിരുന്നത്. അത്രയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ പൊതുവെ ആ വോട്ടർ പട്ടികയ്ക്കകത്ത് നല്ലൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ശ്രദ്ധേയമായത് പുതിയ തലമുറയിലെ വോട്ടർമാർ അവർ സമ്മതിദായകാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. ഇപ്പോൾ പോളിംഗ് പണ്ടത്തെ ഒരു ഫോർമുലകളൊന്നും ഇപ്പോൾ ആരും വർക്ക് ചെയ്യാറില്ല. കഴിഞ്ഞ തവണയും ഇവിടെ നല്ല പോളിംഗ് ആയിരുന്നു, എല്ലായിടത്തും പോളിംഗ് വർദ്ധിച്ചിരുന്നു. അപ്പോൾ പണ്ടത്തെ സമവാക്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. അത് ഗുണകരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നാണ് കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ജനങ്ങൾ അവരുടെ വിധി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കുക. 3-ന് ഇതിനിടയിൽ പ്രത്യേകിച്ച് പ്രവർത്തനം നടത്തിയിട്ട് വിധി അനുകൂലാക്കാനോ പ്രതികൂലാക്കാനുള്ള സിദ്ധികളൊന്നും ആരുടെ കയ്യിലില്ല. അവരവരുടെ വിധി എഴുതി നമ്മൾ അവരുടെ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, മണ്ഡലത്തിൽ MLA-മാർ ചെയ്ത കാര്യങ്ങൾ, പൊതുരാഷ്ട്രീയ കാര്യങ്ങൾ അതെല്ലാം ജനങ്ങളിലേക്ക് നന്നായി എത്തിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. നെഗറ്റീവായ ഘടകങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നില്ല. പിന്നിപ്പോൾ അവരുടെ വിധി എഴുതി. അപ്പോൾ ഇനി 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുക. അല്ല, അവർക്കിപ്പോൾ എല്ലാം അവർ മാത്രമല്ല, ഞാൻ പറഞ്ഞു, ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ തവണയും അവർ ആ രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നടത്തിയിരുന്നത്. അതിനകത്ത് സ്റ്റാഫിനെ വരെ കഴിഞ്ഞ തവണ തീരുമാനിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി ആര്, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആര്, എന്നത് ഉൾപ്പെടെ കഴിഞ്ഞ തവണയും തീരുമാനിച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കാണേണ്ട ഭാഗം ഇത്തവണ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടർ ഒന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചോ ഉണ്ടായില്ല. അതുമാത്രമല്ല, പോസിറ്റീവായ ഒത്തിരിയേറെ ഘടകങ്ങൾ ഉയർന്നു വന്നു. സർക്കാരും ഒടുവിൽ കുറേ കാര്യങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറെ കൂടി വിസിബിൾ ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ വിധി എഴുതും. നല്ല വിജയം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വിധി കൗണ്ടിങ്ങിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. അല്ല, ഞാൻ ഭരണവിധം ആഞ്ഞടിക്കാൻ എന്തെങ്കിലും ഒരു എപ്പിക് സെന്റർ വേണം, എവിടെയെങ്കിലും ഒരു പ്രഭവ കേന്ദ്രം വേണം, എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലോ. ഇതുണ്ടെന്ന് പറയുന്നവർ ഇന്ന കാരണം എന്ന് പറയാവുന്ന ഒരു കാരണവും ഇത്തവണ ഉണ്ടായില്ല. നിങ്ങളിപ്പോൾ ആരോടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നോ എന്തുകൊണ്ട് നിങ്ങൾ എതിരെ ചിന്തിക്കുന്നു എന്നും പല മാധ്യമങ്ങളും ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നാലും ആയിക്കോട്ടെ എന്ന മട്ടിലാണല്ലോ UDF താല്പര്യമുള്ള ആളുകൾ പോലും പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും കേരളത്തിൽ പ്രചരണ ഘട്ടത്തിലൊന്നും തന്നെ അത്തരമൊന്നും വികാരം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും UDF വിശ്വസിക്കാൻ പറ്റാവുന്ന സംവിധാനമല്ല എന്ന കാര്യങ്ങളാണ് ഒടുവിൽ പുറത്തു വന്നത്.